നമ്മുടെ നാട്ടിൻപുറത്തെ ചില ആളുകളുണ്ടേ, ഈ വലിയ അടി നടക്കുന്ന സമയത്ത് ആ വഴിക്കോട്ടെങ്ങും വരില്ല. ജനലേ കൂടെ നോക്കില്ല, അടിയൊക്കെ തീർന്നു എന്ന്. അടി തീർന്നു കഴിയുമ്പോൾ പിന്നെ വലിയ ആളുകളായിട്ട് അവിടെ വരും. ഇന്ന് ഒരു ട്വിറ്റർ ന്യൂസ് കണ്ടപ്പോൾ എനിക്ക് അതാണ് തോന്നിയത്. എന്താ ട്വിറ്റർ ന്യൂസ് എന്നറിയോ? ആ ട്വിറ്റർ ന്യൂസ് ഇതാണ്: മിനിസ്ട്രി ഓഫ് ഡിഫൻസ് അനൗൺസസ് the arrival of military force from the Islamic Republic of Pakistan at King Abdulaziz Air Base in eastern sector under the joint strategic defense agreement signed between the two brotherly countries. The Pakistani force consists of fighter and support aircraft belonging to the Pakistani Air Force with aim of enhancing joint military coordination, raising the level of operational readiness between the armed forces of two countries, and supporting the security and stability at both regional and international levels. Pakistani force consists of fighter and support aircraft belonging to the Pakistani Air Force with the aim of enhancing joint military coordination, raising the level of operational readiness between the armed forces of two countries, and supporting security and stability at both regional and international level. എന്ന് പറഞ്ഞാൽ അവിടുത്തെ അടിയൊക്കെ ഒരു പരിവമായി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ സൗദി അറേബ്യയെ രക്ഷിക്കാൻ വേണ്ടി ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാനിലെ ഒരു എയർഫോഴ്സ് യൂണിറ്റ് അവിടെ എയർബേസിൽ ഇറങ്ങിയിരിക്കുകയാണ് സൗദി അറേബ്യയിൽ. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അവർ തമ്മിലുണ്ടാക്കിയ എഗ്രിമെൻ്റ് അടിസ്ഥാനത്തിൽ. ബ്രദർലി കൺട്രീസാണ്, സഹോദര രാജ്യങ്ങളെന്നുള്ള നിലയിൽ ഒരാളെ ആക്രമിച്ചാൽ ഞങ്ങളെ ആക്രമിക്കുന്നതിന് തുല്യം എന്ന് പറയുന്നൊരു കരാറുണ്ടാക്കിയിരുന്നു. ഞാൻ എഗെയിൻ പറയുന്നു, നമ്മുടെ കൈവെള്ളയിൽ നിന്നിരുന്നതാണ് പശ്ചിമേഷ്യ. സൗദി അറേബ്യ നമ്മുടെ സ്വന്തമായിരുന്നു. അതുപോലെ തന്നെ ഓരോ രാജ്യങ്ങളും. ഇപ്പം നിങ്ങൾ ചോദിക്കും, അവരുമായിട്ടൊക്കെ ഫോണിൽ ബന്ധമില്ലേ? ഫോണിൽ ബന്ധമുണ്ട്, വിളിച്ചാൽ സംസാരിക്കുക എല്ലാവരും തമ്മിൽ. അതിപ്പോൾ സൗദി അറേബ്യ ഇറാനും തമ്മിൽ സംസാരിക്കില്ലേ? ഇനി റഷ്യയും ഉക്രൈനും തമ്മിൽ ഫോണിൽ സംസാരിക്കില്ലേ? ആ ഫോണിൽ സംസാരമല്ല, ഹൃദയം കൊണ്ട് അവരുടെ ചിത്രത്തിൽ നിന്ന് നമ്മൾ അകന്നുപോയി. നമ്മുടെ വിദേശകാര്യ നയത്തിൻ്റെ പല ലിമിറ്റേഷൻസും ഉണ്ട്. അവിടെയാണ് ഈ കരാർ രൂപപ്പെട്ടത്. അതിൽ തമാശ അതല്ല. യുദ്ധം ഒരുമാതിരി തീരാറായി, ഇനി അങ്ങനെ അടി നടക്കും എന്നുള്ള പ്രതീക്ഷയില്ല. അപ്പോഴാണ് വിമാനവും കൊണ്ട് വന്നിരിക്കുന്നത്. അതിന് മുമ്പ് വന്നാലോ പാകിസ്ഥാനി കലാപം നടക്കും. ഇറാനെ അടിക്കാനായിട്ട് അവിടുന്ന് വിമാനം പോയാൽ അസീം മുനീറിനെ സംഘത്തിനെ ഓടിച്ചിട്ടടിക്കും പാകിസ്ഥാനികൾ. കാരണം ഗ്രൗണ്ട് ഇറാൻ അനുകൂലമാണ്, ഇറാൻ പക്ഷത്താണ്. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് വിരുദ്ധരാണവർ, ഇസ്രയേലിന് വിരുദ്ധരാണവർ. അപ്പോൾ അതുകൊണ്ട് അടി തീരുന്നത് വരെ കാത്തു നിന്നിട്ട് ഇപ്പോൾ വിമാനവും കൊണ്ട് വന്നത് ഒന്നാലോചിച്ച് നോക്കണം. ഒന്ന് ആലോചിച്ച് നോക്കൂ എന്താണ് സ്ഥിതിയെന്ന്. വലിയ തമാശയാണ്. യുദ്ധമുള്ളപ്പോഴുണ്ടായിരുന്നില്ല, ഇപ്പോൾ ഇനി വന്ന് ചാമ്പ്യന്മാരായി. ഇനി ഇതിൻ്റെ പുറകെ അസീം മുനീർ സൗദി അറേബ്യയിലെത്തി സന്ദർശിച്ച്. ഭയങ്കര പ്രയാസമുണ്ട്. നമ്മുടെ രാജ്യമുണ്ടല്ലോ, നമ്മുടെ രാജ്യത്തിൻ്റെ പതാകയും നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും നമ്മുടെ രാജ്യത്തിൻ്റെ ആളുകളുമൊക്കെ അന്തർദേശീയ തലങ്ങളിൽ ആഗോളതലത്തിൽ ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ചിത്രങ്ങളാണ് കണ്ണിലൂടെ ഇങ്ങനെ മാഞ്ഞു പോകുന്നത്. ഇന്ദിരയും ജവഹർലാൽ നെഹ്റുവും വാജ്പേയി അടക്കമുള്ളവർ. പക്ഷേ ഇന്നത്തെ സ്ഥിതി എന്താ? നമ്മളിതിനകത്ത് തമ്മിലടിക്കുന്നതിനുള്ള ആയുധങ്ങൾ കോപ്പ് കൂട്ടുക. നമ്മൾ ബംഗാൾ പിടിച്ചെടുക്കാനും ആസാം പിടിച്ചെടുക്കാനും പണിപ്പെട്ടുകൊണ്ടിരിക്കുക. നമ്മുടെ പിടുത്തം ആഗോളതലത്തിൽ ആകെ വിട്ടു നിൽക്കുക. അവിടെയാണ് വിമാനവും കൊണ്ട് പാകിസ്ഥാൻ ആ സംഘം റിയാദിലേക്കെത്തുന്നത്. അതാണ് സ്ഥിതിവിശേഷം.